മാന്യ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നതും ഒരു സർവോ സ്റ്റെബിലൈസർ തന്നെയാണ്. ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കാണാമോ ഇല്ലയോ നോക്കിക്കേ, 100 വോൾട്ടാണ് ഇതിൻ്റെ ലൈൻ വോൾട്ടേജ്. ഈ റെഡ് കാണുന്നതാണ് ലൈൻ വോൾട്ടേജ്, ഗ്രീൻ കാണുന്നതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇവിടെ ഇൻപുട്ടിൽ 100 വോൾട്ട് ഉണ്ടെങ്കിലും ഔട്ട്പുട്ട് 225 കുറയാതെ കിട്ടും. ഇത് 227 വോൾട്ട് ഉണ്ട്. ഇത് പിന്നെ എൻ്റെ കമ്പനിയുടെ ബ്രാൻഡ് നെയിമാണ് റിഫ്ലക്റ്റ് എന്നുള്ളത്. ഇതിൻ്റെ മോഡൽ നമ്പറാണ് IP100. IP100 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് 100 എന്നുള്ളതാണ് ആ കാണിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, വോൾട്ടേജ് കൂടി വരും തോറും നമുക്ക് വാട്ട്സ് കൂട്ടി കിട്ടും. അതായത് 100 വോൾട്ട് ഉണ്ടെങ്കിൽ 2500 വാട്ട്സ് കിട്ടും, 200 വോൾട്ട് ഉണ്ടെങ്കിൽ 5000 വാട്ട്സ് കിട്ടും. അപ്പോൾ ഈ സ്റ്റെബിലൈസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിലേക്ക് ഒരു സ്റ്റെബിലൈസർ മതി. ഇതിനു മുമ്പ് അങ്ങനെയല്ല. 2 AC ഉണ്ടെങ്കിൽ അതിന് 2 സ്റ്റെബിലൈസർ വേണം, അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ അതിനൊരു സ്റ്റെബിലൈസർ വേണം. നമ്മുടെ ഈ ഒരു സ്റ്റെബിലൈസർ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 3-4 AC ഉള്ള വീടാണെങ്കിലും, ഒരു കൂട്ടത്തിൽ 2 HP പമ്പ് ഉണ്ടെങ്കിലും, അത്യാവശ്യം ലൈറ്റും ഫാനും ഒക്കെ ഉപയോഗിക്കുന്ന വീട്ടിലേക്ക് ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന ഒരൊറ്റ സ്റ്റെബിലൈസർ മതി. ഇത് വെച്ച് കഴിഞ്ഞാൽ AC-ക്കോ ഫ്രിഡ്ജിനോ TVക്കോ അഡീഷണൽ സ്റ്റെബിലൈസറിൻ്റെ ആവശ്യം വരുന്നില്ല. വെറുതെ കറണ്ട് വേസ്റ്റ് ആക്കാവുന്നേ ഉള്ളൂ ഉള്ള സ്റ്റെബിലൈസർ എല്ലാം കൂട്ടി വെച്ച്. അതുകൊണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുക, ഈ ഒരു സ്റ്റെബിലൈസർ മതി ഇനി ഒരു വീടിന്. അതായത് നമുക്ക് ഫുൾ സേഫ്റ്റി ആയിരിക്കും. ഇതിന് ലോ വോൾട്ടേജ്, ഹൈ വോൾട്ടേജ് കട്ട് ഓഫ് ഉണ്ട്. 100 വോൾട്ടുള്ളിടത്തും നമുക്ക് 220 വോൾട്ട് ഇതിന് കൃത്യമായിട്ടും കിട്ടും. പിന്നെ ഇത് സർവോ സ്റ്റെബിലൈസർ ആണ്. ഇതിന് അങ്ങനെയൊന്നും കംപ്ലൈൻറ്റ് വരുന്നതല്ല. ഇടി വെട്ടിയെങ്കിൽ മാത്രമേ ഇതിന് കംപ്ലൈൻറ്റ് വരുള്ളൂ. അന്നേരം ഇതിൻ്റെ ഒരു PCB പോകാൻ ചാൻസ് ഉണ്ട്. ആ PCB പോയാൽ ഇവിടുന്ന് കമ്പനിയിൽ നിന്ന് അയച്ചു തരുന്നതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഇതാണ് ഇതിൽ നിന്ന് ഔട്ടിലേക്ക് വരുന്ന കേബിള്. ഈ ഒരൊറ്റ കേബിള് മതി. ഇതിനകത്തൂടെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഈ കേബിളിൽ തന്നെ കൊടുക്കാവുന്നതാണ്. അതിൻ്റെ എൻഡിൽ അതിനുള്ള 3 കണക്ഷനുണ്ട്. 3 വയർ മതി ഇന്നിനും ഔട്ടിനൂടെ. പിന്നെ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് എർത്ത് ചെയ്യേണ്ടതാണ്. എർത്ത് ചെയ്യാനുള്ള സ്ക്രൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ സ്റ്റെബിലൈസർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് അയച്ചു തരേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് അയച്ചു തരുമോ, ഇവിടെ വന്ന് വാങ്ങുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.